ഈ മരണ വീട്ടിലെ ചിരി ഈ സിനിമയുടെ അകത്തുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ ആസ് കൊമേഡിയൻസ് നിങ്ങൾ ഒബ്സർവ് ചെയ്തതോ ആയിട്ടുള്ള തമാശകൾ എപ്പോഴെങ്കിലും ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്റെ ക്യാരക്ടറാണ് ഇപ്പൊ ഒരു സാധനം പോലും കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല. അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതുപോലെ നമ്മൾ നേരത്തെ ബൈചേട്ടന്റെ ഒരു ക്യാരക്ടർ എന്റെ ഭയങ്കര സീരിയസ് റോളാണ്. ഞാൻ ചിരിച്ചിട്ട് പോലും ഇല്ല ഈ പടത്തിനകത്ത്. ഇല്ലല്ല, പടത്തിലുടനീളം ഞാനൊരു ചിരി പോലും ചിരിച്ചില്ല. കരയോൻ പ്രസിഡന്റാണ് ആ നാട്ടിലെ ഗ്രാമത്തില്. കരയോൻ പ്രസിഡന്റിന്റെ പ്രധാന റോള് വരുന്ന ഒന്ന് കല്യാണം, രണ്ട് മരണം. ഈ മരണ വീട്ടിൽ ഈ കരയോൻ പ്രസിഡന്റ് വരുന്നതാണ്. വന്നിട്ട് ഇയാൾക്ക് ചില രീതികളുണ്ട്. ആ രീതിയിലേ ഇത് അടക്കാൻ സമ്മതിക്കുള്ളൂ. അതുമായിട്ടുള്ള തർക്കമൊക്കെയാണ് പടം. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങളോ കൗണ്ടറുകളോ ഒക്കെ ഇപ്പൊ നോബിചേട്ടന് വരുന്ന സിനിമകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള പടത്തിൽ ചെയ്യാം. ഇതിനകത്ത് പക്ക ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി. അങ്ങനത്തെ ഉള്ള സാധനങ്ങളുണ്ട്. കാര്യം നമുക്ക് സിറ്റുവേഷനില് ഇവരെ സിറ്റുവേഷനിലൊക്കെ ചെയ്യാനുള്ള നമ്മൾ കംപ്ലീറ്റ് ബോഡിയുടെ എടുത്തും അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത്. ഈ സിനിമ കാണുമ്പോ ഇതിന്റെ ഒരു ക്യാരക്ടർ നീ ആവാം. പിന്നെ അവളെ മരണ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുന്നേ. ഒരു അത്ര റിലേറ്റഡ് സബ്ജക്റ്റാണ് ഇത്. എല്ലാവർക്കും അനുഭവമുള്ള ഒരു കഥയാണ്. എല്ലാവരും കണ്ടിട്ടുള്ളതും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. എന്തെങ്കിലും കൈനിട്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഒറ്റ മറുപടി എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഒന്നും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. എന്താണ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അത്രയും കറക്റ്റ് ആവുണ്ട്. ഒന്നും എക്സ്ട്രാ കയറ്റിയിട്ടുമില്ല.